ജനാർദ്ദനക്കുറുപ്പാണ്. വാശികവും പഞ്ചതത്വവും എന്നുള്ള ഗ്രന്ഥത്തിലെ രുദ്രയാമളം മഹാഗുരു പ്രകരണത്തിലെ സർവചക്രാനുഷ്ഠാനം പേജ് 31. ഗുരുവന്ത്രം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ദേവതായാ ദർശസ്യ കാരണം കരുണാനിധിം സർവസിദ്ധിപ്രദാതാരം ശ്രീം ഗുരും പ്രണമാമ്യഹം. വരാഭയകരം നിത്യം ശ്വേതപത്മനിവാസിനം മഹാഭയനിഹന്താരം ഗുരുദേവം നമാമ്യഹം. മഹാജ്ഞാനാഞ്ജ വിദാംഗം നരാകാരം വരപ്രദം ചതുർവർഗപ്രദാതാരം സ്ഥൂലസൂക്ഷ്മദ്വയാന്വിതം സദാനന്ദമയം ദേവം നിത്യാനന്ദം നിരഞ്ജനം ശുദ്ധസത്വമയം സർവം നിത്യാകാലം കുലേശ്വരം. അങ്ങനെ 23 തുടങ്ങി 27 ശ്ലോകം വരെ. അജ്ഞാനത്തിൻ്റെ തിമിരം കൊണ്ട് അന്ധനായവനെ ജ്ഞാനത്തിൻ്റെ മഷിക്കോല് കൊണ്ട് കണ്ണിലെഴുതി ജ്ഞാനത്തിലേക്ക് കണ്ണു തുറപ്പിക്കുന്ന ആ ഗുരുവിന് എൻ്റെ നമസ്കാരം. ദേവതകളെ ദർശിക്കാനുള്ള കാരണമായവനും കരുണാനിധിയായവനും സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നവനുമായ ശ്രീ ഗുരുവിന് പ്രണാമം. നിത്യവും തൻ്റെ കയ്യിൽ വരമുദ്രയും അഭയമുദ്രയും ധരിച്ച് വെളുത്ത താമരപ്പൂവിലിരിക്കുന്ന മഹാഭയത്തെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഗുരുദേവനെ ഞാനിതാ നമസ്കരിക്കുന്നു. മഹാജ്ഞാനങ്ങളെക്കൊണ്ട് അവയവങ്ങളെ ആച്ഛാദനം ചെയ്തവനും മനുഷ്യാകാരം പൂണ്ടവനും വരപ്രധാനായവനും ചതുർവർഗമായ ധർമാർത്ഥ കാമമോക്ഷങ്ങളുടെ പ്രദാതാവുമായ സ്ഥൂലവും സൂക്ഷ്മവുമായ രണ്ടു വിധത്തിൽ അറിയുന്നവനും സദാനന്ദമയനും നിത്യാനന്ദനും നിരാഞ്ജനും അമൃതം നുകരുന്നവനർത്ഥം. ശുദ്ധസത്യ ഗുണത്തോടു കൂടിയവനും നിത്യകാലങ്ങളിലും സാധകനും കുലേശ്വരനുമായ ശ്രീ ഗുരുവിന് നമസ്കാരം. ബ്രഹ്മരന്ധ്രേ മഹാപത്മേ തേജോബിംബേ നിരാകുലേ യോഗിഭിർധ്യാനഗമ്യേ ചക്രേ ശുക്ലേ വിരാജിതേ സഹസ്രദല സംകാശേ കർണികാമധ്യമധ്യകേ മഹാശുക്ലഭാസുരാർക്ക കോടികോടി മഹൗജസം സർവപീഠസ്ഥമമലം പരം ഹംസം പരാത്പരം വേദോദ്ധാരകരം നിത്യം കാമ്യകർമ്മഫലപ്രദം സദാ മുനഃശക്തി മായാലയസ്ഥാനം ത്വതദ്വയം ശരജ്യോത്സ്നാ ജാലാമാലാഭിരിന്ദു കോടിമന്മുഖം. ബ്രഹ്മരന്ധ്ര മഹാപത്മത്തിൽ യോഗികൾക്ക് ധ്യാനം കൊണ്ട് കാണാവുന്ന അത്യന്തം നിരാകുലമായ വെള്ള നിറമുള്ള മഹാപത്മം സ്വരൂപ തേജോബിംബത്തിലൊരു വെള്ള നിറമുള്ള ചക്രമുണ്ട്. അതിന് 1000 ദളങ്ങളാണ്. അതിൻ്റെ കർണികയുടെ മധ്യത്തിൽ പ്രകാശപൂരിതമായ കോടി സൂര്യബിംബങ്ങൾക്ക് സമാനമായ പ്രഭ ചൊരിയുന്ന മഹാശുക്ല സ്വച്ഛപീഠത്തിൽ ഗുരു വിരാജിക്കുന്നു. പരാത്പരനും വേദോദ്ധാരകർത്താവും നിത്യസ്വരൂപനും കാമ്യകർമ്മങ്ങളുടെ ഫലദാതാവും പരഹംസ സ്വരൂപനുമാകുന്നു. ഇദ്ദേഹത്തിൻ്റെ 2 ചരണകമലങ്ങളും മനഃശക്തിയുടെയും മായയുടെയും വിലയസ്ഥാനങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ മുഖം ശരശ്ചന്ദ്രയുടെ രശ്മികൾ പതിഞ്ഞ കോടി ചന്ദ്രബിംബങ്ങൾക്ക് സമാനമാകുന്നു. വാഞ്ചരാതി തിക്തദാതാരം സർവസിദ്ധീശ്വരം ഗുരും ഭജാമി തന്മയോ ഭൂത്വ തം ഹംസമണ്ഡലോപരി. ആത്മാനം ച നിരാകാരം സാകാരം ബ്രഹ്മരൂപിണം മഹാവിദ്യ മഹാമന്ത്ര ദാതാരം പരമേശ്വരം സർവസിദ്ധിപ്രദാതാരം ഗുരുദേവം നമാമ്യഹം. ആഗ്രഹിച്ചിലധികം നൽകുന്നവനും സർവസിദ്ധികളുടെയും ഈശ്വരനും ഹംസമണ്ഡലത്തിനു മുകളിൽ വിരാജിക്കുന്നതുമായ ശ്രീ ഗുരുവിനെ ഏകാഗ്രചിത്തനായി ഭജിക്കുന്നു. ആത്മസ്വരൂപനും നിരാകാരനും സാകാരനും ബ്രഹ്മാവിൻ്റെ സ്വരൂപനും മഹാവിദ്യകളും മഹാമന്ത്രങ്ങളും നൽകുന്നവനും സമസ്ത സിദ്ധികളും നൽകുന്ന ശ്രീ പരമേശ്വരനായ ശ്രീ ഗുരുദേവനെ ഞാൻ നമസ്കരിക്കുന്നു. കായേന മനസാ വാചാ യേ നമന്തി നിരന്തരം അവശ്യം ശ്രീ ഗുരോ പാദാംഭോരുഹേ തേ വസന്തി. പ്രഭാതേ കോടിപുണ്യം ച പ്രാപ്നോതി സാധകോത്തമ മധ്യാഹ്നേ ദശലക്ഷം ച സായാഹ്നേ കോടിപുണ്യത പ്രാതകാലേ പഠിത് സ്തോത്രം വാസു സമാഹിത തഥാ സിദ്ധി മമാപ്നോതി നാത്രകാര്യ വിചാരണ. തൻ്റെ ശ്രീ ഗുരുവിൻ്റെ ചരണകമലങ്ങളിൽ ശരീരം മനസ്സ് വാക്ക് എന്നിവ നിരന്തരം നമസ്കരിക്കുന്ന സാധനം ഒരു ഗുരു ചരണങ്ങളിൽ നിവസിക്കുന്നു. പ്രഭാതത്തിൽ നമസ്കരിക്കുന്നതുകൊണ്ട് കോടി പുണ്യം ലഭിക്കുന്നു. മധ്യാഹ്നത്തിൽ ദശലക്ഷം പുണ്യവും സായാഹ്നത്തിൽ നമിക്കുന്നതുകൊണ്ട് കോടി ഗുണഫലവും ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു ചിന്തയും ആവശ്യമില്ല. ഒരു ധ്യാന സ്തോത്രം. ശിരസി സീത പങ്കജേ തരുണകോടി ചന്ദ്രപ്രഭം വരാഭയ കരാംബൂജം സകല ദേവതാരൂപിണം ഭജാമി വരദം ഗുരും കിരണ ചാരു ശോഭാകുലം പ്രകാശിത പദദ്വയാംബുജ മലക്തകോടി പ്രഭം. തുടർന്ന് ന്യാസസഹിതം ധ്യാനിക്കണം. ശിരസിലെ ശ്വേതകമലത്തെ കോടിക്കണക്കിന് പൗർണമി ചന്ദ്രൻ്റെ പ്രകാശമാനവനും കയ്യിൽ വരമുദ്രയും അഭയമുദ്രയും ഉള്ളവനും സകല ദേവതകളുടെയും സ്വരൂപമുള്ളവനും അനേകം കിരണങ്ങളെ കൊണ്ട് ശോഭ വർദ്ധിച്ചവനും
കോടിചന്ദ്രൻ്റെ പ്രഭ കൊണ്ടെന്ന പോലെയുള്ള ചരണദ്വയ പങ്കജങ്ങളുള്ളവനും വരദാനം ചെയ്യുന്നതുമായ ഗുരുവിനെ ഞാൻ ഭജിക്കുന്നു. ജഗദ്ഭയ നിവാരണം ഭുവനഭോഗമോക്ഷപ്രദം ഗുരോഃ പാദപയുഗാംബുജം ജയതി യത്ര യോഗേ ജയം ഭജാമി പരമം ഗുരും നയനപത്മമധ്യസ്ഥിതം ഭവാബ്ധിഭയനാശനം ശമനരോഗകായക്ഷതം. സംസാരഭയങ്ങൾ സമ്പൂർണ്ണമായി മാറ്റിക്കളയുന്നവനെ, ഈ ലോകത്തിലെ സമസ്ത ഭോഗങ്ങളും പരലോകത്തെ മോക്ഷങ്ങളും നൽകുന്നവനെ, ആരോട് ചേർന്നാൽ ജയം ഉണ്ടാക്കിത്തരുമോ എന്നിങ്ങനെയുള്ള പരമഗുരുവിൻ്റെ 2 ചരണ കമലങ്ങളും ഞാൻ ഭജിക്കുന്നു. നേത്രകമലങ്ങളുടെ മധ്യത്തിലിരിക്കുന്നവനെ, സംസാര സമുദ്രത്തിൻ്റെ ഭയങ്ങൾ നശിപ്പിക്കുന്നവനെ, രോഗങ്ങൾക്ക് ശാന്തി വരുത്തുന്നവനെ, ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ ദൂരീകരിക്കുന്ന മഹാഗുരുവെ, അങ്ങേക്ക് നമസ്കാരം. ഇന്ന് ഇത്ര മതി. ഇനി നാളെ. നമഃ ശിവായ.